കഴിഞ്ഞ IPL സീസണിൽ ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്ത നാണക്കേടിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിനെ സഞ്ജു സാംസൺ രക്ഷിക്കുമോ? രാജസ്ഥാൻ റോയൽസിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള സാംസന്റെ ചൂടുമാറ്റം ഏതാണ്ട് ഉറപ്പായതോടെ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്. ഏതായാലും ചെന്നൈയിലേക്കുള്ള സഞ്ജുവിന്റെ വരവ് ആരാധകർ ആഘോഷമാക്കിയിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ നടന്നിട്ടില്ലെങ്കിലും ഇപ്പോൾ തന്നെ വരവ് ഗംഭീരമാക്കുകയാണ് ആരാധകർ. അതേസമയം ചെന്നൈയുടെ ഭാഗ്യതാരമായ ജഡേജ തന്റെ ആദ്യ ടീമായ രാജസ്ഥാൻ റോയൽസിലേക്ക് തിരിച്ചു പോകുന്നത് സൂപ്പർ കിങ്സ് ഫാൻസിന് അത്ര നല്ല തീരുമാനമായി തോന്നുന്നില്ല. സഞ്ജുവിന്റെ പിറന്നാളിന് ചെന്നൈ പോസ്റ്റ് ചെയ്ത ചിത്രത്തിനടിയിലെ കമന്റുകൾ അതിനുള്ള ഉദാഹരണമാണ്. എന്നാൽ തല ധോണി ഒന്നും കാണാതെ സഞ്ജുവിനെ ടീമിലേക്ക് എടുക്കില്ലെന്നും ആരാധകർക്കറിയാം. സീസൺ രാജസ്ഥാന് വേണ്ടി കളിച്ച സഞ്ജു കഴിഞ്ഞ 5 വർഷമായി രാജസ്ഥാന്റെ ക്യാപ്റ്റനാണ്. കഴിഞ്ഞ സീസണിൽ 18 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ സഞ്ജുവിനെ ടീമിൽ നിലനിർത്തിയത്. രാജസ്ഥാൻ ആരാധകർക്ക് സഞ്ജു ക്യാപ്റ്റനായിരിക്കുമ്പോൾ ഒരു കപ്പ് എടുക്കണമെന്ന വാശിയുണ്ടായിരുന്നു. നമ്മൾ മലയാളികൾക്കും ഇതേ ആഗ്രഹം സഞ്ജു ക്യാപ്റ്റനായപ്പോൾ മുതൽ ഉണ്ടായിരുന്നു. 2008-ലാണ് രാജസ്ഥാൻ ആദ്യമായും അവസാനമായും കപ്പെടുക്കുന്നത്, അതും ചെന്നൈയെ തോൽപ്പിച്ചു. Moments to cherish. It is an expensive trophy and they richly deserve it. Tremendous effort from a young squad led admirably well by Shane Warne. ജഡേജയെ വിട്ടുകൊടുക്കുന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ചിന്നത്തല റെയ്ന പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ജഡേജയുടെ പോക്ക് ചെന്നൈ ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറൗണ്ടറായ ജഡേജയുടെ 2023 ഫൈനലിലെ പ്രകടനം കാണികളെയും ടീമിനെയും ഒരുപോലെ ആഹ്ലാദം കൊള്ളിച്ചതാണ്. CSKയുടെ വിജയത്തിന് ശേഷം ധോണി ജഡേജയെ പൊക്കിയെടുത്ത് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. Would you believe it? 2 balls left, 10 runs to get 6-4. ചെന്നൈയിലെ സീനിയർ പ്ലെയറിൽ ഒരാളും ഓൾറൗണ്ടറുമായ ജദ്ദുവിനെ നിലനിർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് നല്ലതാകുമായിരുന്നു എന്നാണ് ആരാധകരുടെ അഭിപ്രായം. ജഡേജയോടൊപ്പം സാം കറണും രാജസ്ഥാനിലേക്ക് ചേക്കേറുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഒരു ടീമിൽ 8 വിദേശ താരമേ ഉണ്ടാക്കാൻ പാടൂ എന്ന നിയമമുണ്ട്. രാജസ്ഥാനിൽ നിലവിൽ 8 വിദേശ കളിക്കാരുണ്ട്. അതിനാൽ സാം കറനെ രാജസ്ഥാൻ ടീമിൽ എടുക്കുമോ എന്നത് ഉറപ്പിക്കാനായിട്ടില്ല. ധോണി വിരമിക്കുന്നതിലൂടെ ചെന്നൈക്ക് ആ വലിയൊരു വിടവ് നികത്തേണ്ടതായിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല പ്ലെയർ സഞ്ജു തന്നെയാണ്. സഞ്ജുവിന്റെ പ്രവേശനം ചെന്നൈയുടെ ഭാവി തന്ത്രങ്ങളിൽ വലിയ മാറ്റം വരുത്താനിടയുണ്ട്. ധോണിയോടൊപ്പമുള്ള പരിശീലനം സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാനുള്ള നല്ല ഒരു അവസരമായി കാണാവുന്നതാണ്.